ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് 20ാമത്തെ നോമ്പാണല്ലേ. അപ്പോൾ എന്നാൽ പതിവ് പോലെ തന്നെ പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അമ്മ പത്തിരിയൊക്കെ കുഴച്ചിട്ട് പരത്തി തരാണ് കേട്ടോ. ഞാൻ ചുട്ടു കൊടുക്കും. അപ്പോൾ ഇതാ എൻ്റെ മോളും കൂടെ ഹെൽപ്പറായിട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ചിക്കൻ റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ റോളിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണുന്നവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. അത് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കാം. ഇതിപ്പോൾ ഉള്ളി വഴറ്റിയിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കന് ചെറിയ പീസാക്കി കട്ടാക്കിയതും കൂടെ ഇട്ടിട്ട് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുള്ള മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി ടേസ്റ്റിലുള്ള മസാലയാണ്. അത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചാനൽ അപ്ലോഡ് ആക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള പപ്പായ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇന്നിപ്പോൾ പപ്പായയുടെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പപ്പായാണ്. നോക്കൂ ഗൈസ്, ഒരൊറ്റ കുരു പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഉണ്ടല്ലോ, ഒരൊറ്റ കുരു പോലും ഇതിൻ്റെ ഉള്ളിലില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസാക്കി എടുക്കണം. അതിലേക്ക് പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജാറിലേക്ക് പപ്പായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ടെടുത്ത പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നന്നായിട്ട് തന്നെ കട്ടയായിട്ടുള്ള പാലാകും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം, നന്നായി തന്നെ തണുത്തോട്ടെ. അപ്പോൾ ചിക്കൻ റോളൊക്കെ നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ കോട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഓയിലൊക്കെ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്ക് ആയിട്ടുണ്ടാവും. ആ സമയത്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചൂടോട് കൂടെ കഴിക്കാനല്ലേ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ആ ഒരു സമയത്തേക്ക് മാറ്റി വെച്ചതാണ് ഫ്രൈ ആക്കൽ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കൽ കഴിയൂട്ടാ. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവുമല്ലോ. ഈ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. നല്ല സിമ്പിളാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോളാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ റോളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ളത്. ഇത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സെയിം ആ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റോള്. ഇനിയിപ്പോൾ പാൻ കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഒന്ന് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ കുറച്ച് ലൈമും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പപ്പായയുടെ ജ്യൂസും ഉണ്ട്, ലൈമും ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ദാഹമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സായിട്ട് ബത്തക്ക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ റോളും ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നോമ്പ് തുറയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ബാങ്കൊക്കെ വിളിച്ചതിന് ശേഷം നോമ്പൊക്കെ തുറന്ന് ഇനിയിപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പത്തിരി, അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയുണ്ട്. ഇന്ന് തേങ്ങ അരച്ചിട്ടുള്ള മുളക് ഇട്ടിട്ടുള്ള ചിക്കൻ കറിയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ രാത്രി ഇതൊക്കെ കഴിച്ചിട്ടാണ് കിടക്കാറ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.